അത് തൃശ്ശൂർ ആപ്കോ ഹുണ്ടായി എന്ന ഡീലർഷിപ്പിൽ ക്രെറ്റയുടെ ലോഞ്ചിങ് ആണ് നമ്മൾ കണ്ടത്. അപ്പൊ കുറച്ച് ദിവസം മുന്നേ ഭാരത് എക്സ്പോയില് ഇതിന് ലോഞ്ചിങ് നടന്നിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് EVയുടെ വിശേഷങ്ങളിലേക്ക്. വിശേഷം എന്ന് പറയുമ്പോൾ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ആണ്. ഡീറ്റെയിൽ വീഡിയോ നമ്മൾ വേറെ ദിവസം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബേസിക്കലി ഇതിന്റെ ഡിസൈൻ മുമ്പ് നമ്മൾ മുന്നേ കണ്ടിരുന്ന ക്രെറ്റയുടെ അതേ ഡിസൈൻ തന്നെയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചുള്ളൂ. അതിപ്പോ EV വരുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കണമല്ലോ. നമ്മള് ലോഞ്ചിങ്ങിന് കണ്ട വണ്ടിയുടെ കളർ തന്നെയാണെങ്കിലും അതൊരു ഗ്ലോസി ഫിനിഷിംഗ് ആയിരുന്നു. ഇതൊരു മാറ്റ് ഫിനിഷിംഗ് ഉള്ള കളറാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഈ രണ്ട് വണ്ടി നമുക്ക് ഉണ്ടായിരിക്കും. പിന്നെ ക്രെറ്റയും ഈ വണ്ടിയും തമ്മിൽ നമുക്ക് വ്യത്യാസങ്ങൾ നോക്കുമ്പോൾ ഇവിടെ അറിയാലോ, നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മൊത്തം അടച്ചുപൂട്ടി വെക്കുന്ന ഒരു സിസ്റ്റമാണ്. അത് ഇവിടെ അടച്ചുപൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഇത് കണ്ടില്ല, നമ്മൾ ചില ഒരു പ്ലാസ്റ്റിക്കിന്റെ മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയലാണ്. അതിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് അങ്ങനെ കൊടുത്തിരിക്കുന്നു. ഹുണ്ടായുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഇവിടെയാണ് ഇതിന്റെ ചാർജിങ് പോയിന്റ് വരുന്നത്. അതിനകത്ത് ഇവിടെ കണ്ടില്ലേ, ഈ ഇപ്പൊ വണ്ടി ഇപ്പോ ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ഈ ബാറ്ററിയുടെ ആ ഒരു ചാർജിങ് ലെവലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഇവിടെ അതിന്റെ സോക്കറ്റ് ഇവിടെ വരുന്നു. ഇവിടെ ഒരു ഇലുമിനേഷൻ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ചാർജിങ്ങിന് ഇടുമ്പോൾ ഈ ലൈറ്റ് മാറാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ റെഡ് ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെയാണ് ഇതിന്റെ ഈ സംഭവം വരുന്നത്. നല്ല വലിയൊരു ക്യാപ്പാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ADAS ലെവൽ 2 വരുന്നുണ്ട്. അതിന്റെ റഡാർ അവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ കണക്റ്റിംഗ് ആയിട്ടുള്ള ഈ DRL സംഭവങ്ങളൊക്കെ അതൊക്കെ നമ്മൾ മുന്നേ കണ്ട കൃത്യമുള്ള അതേ സാധനങ്ങൾ തന്നെയാണ്. അതൊന്നും എടുത്തു ഞാൻ പറയണില്ല. ഇവിടെയൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് അങ്ങനെ പോകുന്നുണ്ട്. ഈ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ, ഇൻഡിക്കേറ്റേഴ്സ് നല്ല ഭംഗിയുണ്ടല്ലേ. അത് തന്നെ നമ്മുടെ ഹെഡ് ലാമ്പ് യൂണിറ്റ്, പാർക്കിംഗ് സെൻസേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് വലിയ ഒരു സ്കിഡ് പ്ലേറ്റ് സിൽവർ ഫിനിഷിംഗിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതൊരു എയർ ഫ്ലാപ്പ് എന്ന് പറയുന്ന സംഭവമാണ്. അതായത് വണ്ടി കുറച്ച് ഓടി കഴിയുമ്പോൾ ഹീറ്റ് ആകുമ്പോൾ തന്നെ ഇത് ഓപ്പൺ ആവും. എന്നിട്ട് ഈ എഞ്ചിൻ ഭാഗങ്ങളിലേക്കൊക്കെ ഒരു എയർ തള്ളിപ്പോകുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കും, പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അടഞ്ഞു പോവുകയും ചെയ്യും. നമ്പർ പ്ലേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് വലിയൊരു കട്ട പോലത്തെ ഒരു സാധനം ഇവിടെ പ്രൊജക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ ഈ സിൽവറിന്റെ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞ ഒരു കാര്യം, ഈ ഒരു ഡിസൈൻ കണ്ട് ഈ കട്ട കട്ട പോലത്തെ ഡിസൈൻ അത് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. അത് ഇവിടെയും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. നമ്മൾ മുന്നേ കണ്ട ക്രെറ്റ പോലെ തന്നെ ഉള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇതിന്റെ മുൻവശത്ത് കൊടുത്തിരിക്കുന്നത്. മിററിലേക്ക് വരുമ്പോൾ മിററിൽ ഇവിടെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഫിനിഷിംഗ്. പിന്നെ ഈ പില്ലറിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ് അങ്ങനെ കൊടുത്താൽ മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ റൂഫ് റെയിൽ ഫംഗ്ഷനിങ് അല്ല, ജസ്റ്റ് ഒരു ഷോക്കുള്ളതാണ്. ഇവിടെ ഒരു സിൽവർ ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ആ റൂഫ് റെയിലിനെ പോലെ തന്നെ കളറിൽ ഇവിടെയും ഒരു പാനൽ ഈ പോകുന്നത് അതേ സെയിം കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബി പില്ലർ ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സി പില്ലറിലേക്ക് വരുമ്പോൾ ഈ ഒരു റൂഫ് റെയിലിന്റെ കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബോഡി കളർ തന്നെയാണ് ഹാൻഡിൽസിലും ഇവിടെ കൊടുത്തിരിക്കുന്നത്. മഡ്ഗാർഡിന്റെ ഇവിടെ ആയിട്ട് നമുക്ക് SUVക്ക് സമാനമായിട്ട് തരത്തിലുള്ള ക്ലാഡിങ് അങ്ങനെ പോകുന്നുണ്ട്. ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ നമുക്ക് 17 ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് വരുന്നത്. 215/60 R17 ഗുഡ് ഇയറിന്റെ ടയറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അലോയ് വീൽസ് ഉണ്ട്. ഇതിപ്പോ ഒരുവിധം എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളും ഈ സെയിം അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ എയറോ ഇൻസെർട്ടുകളാണ് ഇതിൽ വരുന്നത്. അതൊന്നും നന്നായിട്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. നമുക്ക് 200 മില്ലിമീറ്റർ ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. മുന്നേ വന്നിരുന്ന ക്രെറ്റയിൽ എനിക്ക് തോന്നുന്നു 190 മില്ലിമീറ്റർ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇതിൽ 200 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു സ്കിഡ് പ്ലേറ്റ് പോകുന്നുണ്ട്. ഇതും ബോഡി കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട്. പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഇവിടെ അങ്ങനെ പോകുന്നുണ്ട്. അതെന്തായാലും നല്ല ഭംഗിയുണ്ട്. ചെളിയൊക്കെ തെറിക്കുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ബോഡിയിൽ സ്ക്രാച്ച് കണ്ടിരിക്കാൻ അത് നമുക്ക് സഹായകരമാവും. ഭയങ്കര ഭംഗിയാണ് ക്രെറ്റയുടെ ബാക്ക് വശം കാണാനായിട്ട്. മുന്നേ കണ്ടിരുന്ന ക്രെറ്റയും അതുപോലെ തന്നെ ഈ EVയിലേക്ക് വരുമ്പോൾ റിയറിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ എന്നാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതെന്താ നമുക്കൊന്ന് പരിശോധിക്കാം. ക്രെറ്റയുടെ റിയറിലെ ഏറ്റവും ഭംഗി കൂട്ടുന്ന ഒരു സാധനമാണ് ഈ കാണുന്ന ലൈറ്റിംഗ് പാനലാണ്. ഇത് ഫുള്ളായിട്ട് ഒരു ഗ്ലാസിനകത്താണ് ഇതിനെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. എന്ത് രസമായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നമ്മൾ മുൻപത്തെ ക്രെറ്റയിലും അൽക്കസാറിലും ഒക്കെ ഈ സെയിം പാനൽ തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നല്ല ഒരു ഭംഗിയുള്ള സംഭവം തന്നെയാണ്. ഇവിടെ ഹുണ്ടായുടെ ലോഗോ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് റിവേഴ്സ് ക്യാമറ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് വൈപ്പർ, റിയർ വൈപ്പർ വരുമ്പോൾ ഡീഫോഗർ വരുന്നുണ്ട്. നല്ല സ്പോർട്ടി ലുക്കുള്ള ഒരു സ്പോയിലറും ഇവിടെ തന്നെ ബ്രേക്ക് ലൈറ്റും വരുന്നുണ്ട്. ഇവിടെ ഒക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് റൂഫില് ഷാർപ്പിൻ ആന്റിന റൂഫിൽ വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇവിടെ ക്രെറ്റ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഒരു ചെറിയൊരു കട്ടിങ് ഇങ്ങനെ പോകുന്നുണ്ട്. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇത് കണ്ടില്ലേ, ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗിലാണ് ഇത് റിവേഴ്സ് ലൈറ്റ്, 2 ലൈറ്റ് വരുന്നുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുന്നത്തെ ക്രെറ്റയിൽ ഒരെണ്ണമുള്ളൂ തോന്നും.
രണ്ടെണ്ണം വരുന്നുണ്ട്. പിന്നെ കിഡ് പ്ലേറ്റ് ഇവിടെ നല്ല സിൽവർ ഫിനിഷിംഗ് ആണ് കൊടുത്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് ക്രെറ്റയുടെ അല്ലെങ്കിൽ ക്രെറ്റ EVയുടെ ഇന്റീരിയറിലേക്ക് ഒന്ന് നോക്കിയാലോ. ആഹാ, അടിപൊളി ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഞാൻ ഡോർ തുറന്നപ്പോൾ തന്നെ ആ സീറ്റ് ബാക്കിലേക്ക് പോയിരുന്നുള്ളൂ. അതായത് സീറ്റില് മെമ്മറി സെറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഡോറിനകത്താണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ പറയാം. അപ്പോ ഉള്ളിലേക്ക് കയറിയല്ലോ. കണ്ടോ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്വിച്ച് ഒക്കെ കൂടെ കൊടുത്തിരിക്കുന്നു. നമുക്ക് സ്ലാൻഡിങ് പൊസിഷൻ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നന്നായിട്ടുണ്ടല്ലേ. പിന്നെ നല്ല ഒരു മികച്ച ഒരു ഇന്റീരിയർ തന്നെയാണ് ഇതിന്റെ ഇന്റീരിയർ എന്ന് ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാം. കാരണം മുന്നേ കണ്ടിരുന്ന ക്രെറ്റയിലും അൽക്കസാറിലൊക്കെ ഏകദേശം ഈ ഒരു സെയിം ഇന്റീരിയർ തന്നെയാണ് ക്രെറ്റ കാലാകാലമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലില് പ്രധാനമായിട്ടും മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ മൊത്തം മാറിയിട്ടുണ്ടെന്നുള്ള, അതായത് ഇത് ലോഗോ എച്ച് എന്നുള്ള ആ ലോഗോ ഒരു ഭംഗിയില്ലാത്ത ലോഗോ. എനിക്ക് ആ എച്ച് കാണുമ്പോൾ തന്നെ അത് ദേഷ്യമാണ്. പക്ഷെ ഹുണ്ടായി കമ്പനി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ എച്ചിന്റെ ആ ഒരു ലെറ്റേഴ്സ് എനിക്ക് വലിയ ഇഷ്ടമല്ല. അതെന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. പുതിയ ഒരു എച്ച് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പുതിയൊരു സിമ്പിളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോൺ വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഫോൺ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അഡാ സ്വിച്ചേഴ്സിന്റെ സ്വിച്ചസും കാര്യങ്ങളും മോഡ് കാര്യങ്ങൾ, അതുപോലെ തന്നെ വയർലെസ് ഫോണിന്റെ സ്വിച്ചുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ. നല്ല സ്പോർട്ടി ഫിനിഷിംഗ് തോന്നുന്ന നല്ല ലെതർ സ്റ്റിച്ചിങ് ഒക്കെ ഉള്ള ഒരു സ്റ്റിയറിംഗ് വീൽ സംവിധാനമാണ് ഇതിൽ എന്തായാലും കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റിയറിംഗ് വീല് ഇങ്ങനെ നമുക്ക് ഉയർത്തുകയും താത്തുകയും ചെയ്യാം. പിന്നെ 2 പെഡൽ ഷിഫ്റ്റേഴ്സ് പ്ലസ് മൈനസ് കൊടുത്തിട്ട് അത് റീജനറേഷൻ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലിവർ, ഇവിടെയാണ് നമുക്ക് ഡ്രൈവ് മോഡുകൾ വരുന്നത്. ഇവിടെ പാർക്കിംഗ് മോഡ് വരുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ലൈറ്റിന്റെ ലിവറൊക്കെ വരുന്നുണ്ട്. നമ്മൾ നോർമൽ കാണുന്ന പോലെ. പിന്നെ ഇവിടെ AC വെന്റ് വരുന്നത്. ഇവിടെ ഇതൊരു മാഗ്നറ്റ് ആണ്. നമുക്ക് ഇതിലൊക്കെ ഒട്ടിച്ച് വെക്കാന്നുള്ള മാഗ്നറ്റ്. ഇവിടെ ഒരു എയർ വെന്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കണ്ടേ സ്റ്റാർ സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെയാണ് നമുക്ക് വരുന്നത്. EV സ്റ്റാർ സ്റ്റോപ്പ് എന്നുള്ളത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റിന് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ESP സ്വിച്ച് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയല്ലോ. അപ്പോ സ്ക്രീനിൽ റെഡി ടു സ്റ്റാർട്ട് ഡ്രൈവിംഗ് എന്നൊക്കെ വന്നു. നമ്മൾ ഇനിയിപ്പോ ഈ പെഡൽ ഈ ഒരു ലിവറിൽ അടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ന്യൂട്രലായി, ഡ്രൈവായി, റിവേഴ്സായി, അത് ന്യൂട്രലാക്കി ഇടാം. അതായിരിക്കും നല്ലത്. അപ്പോ ഇത് കണ്ടില്ലേ, ഇവിടെ ഫ്രണ്ട് ക്യാമറ ഓണായി. അപ്പോ അതൊക്കെ എന്തായാലും നല്ല കാര്യമായിരുന്നു. പക്ഷെ വണ്ടിയുടെ കളറ് വൈറ്റ് ആണ്. എന്തായാലും കൊള്ളാം. പിന്നെ നമുക്ക് ഇത് ക്യാമറയ്ക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സ്വിച്ചും കൂടി ഉണ്ട്. അപ്പൊ പോയി ഒന്നുകൂടി ഞെക്കി വരും, കണ്ടില്ലേ. പക്ഷെ നമ്മൾ ചാവി ഓൺ ചെയ്യുമ്പോൾ തന്നെ അത് വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഇതൊരു പഴയൊരു സംഭവത്തിന്റെ ഒരു പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യകാലങ്ങളൊക്കെ ഉണ്ടായ ഒരു സ്റ്റീരിയോ പോലെയാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത്. ഇത് മുന്നേ കണ്ട കറക്റ്റ് അൽക്കസാറിലൊക്കെ ഉണ്ടെങ്കിലും അതിലൊക്കെ സ്വിച്ചുകളായിരുന്നെങ്കിൽ ഇതിൽ കുറച്ച് ഫിസിക്കൽ സ്വിച്ചുകളാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ സംഭവങ്ങളൊന്നും നല്ലതാണ്. നമുക്ക് എല്ലാവർക്കും ഇതിൽ പോയിട്ട് ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇവിടെ ചാർജിങ് പോയിന്റ്സുകൾ കൊടുത്തിരിക്കുന്നു. 12 വോൾട്ട് USB-യുടെ പിന്നെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ചാർജിങ് പാഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവ് മോഡ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ്, പിന്നെ നമ്മുടെ 360 ഡിഗ്രി ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സ്ക്രീനിൽ കാണാനുള്ള സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് വെന്റിലേഷന്റെ ഇതാണ്. നമുക്ക് അപ്പുറത്തെ സീറ്റിലും ഇപ്പുറത്തെ സീറ്റിലൊക്കെ വെന്റിലേഷന്റെ സ്വിച്ചുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. ഇത് കൂൾഡ് ആണ്. പിന്നെ ഇവിടെയൊക്കെ ഒരു കണ്ടില്ലേ ഇലുമിനേഷൻ, ആംബിയൻ ലൈറ്റ് അവിടെയൊക്കെ പോകുന്നുണ്ട്. അത് ഇവിടെ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആംബിയൻ ലൈറ്റ് പോകുന്നുണ്ട്. അതുപോലെ ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് വരുന്നുണ്ട്. ഇവിടെ AC വെന്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സബ് വൂഫറിന്റെ ഒരു വൂഫർ വരുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ഡിമ്മിങ് മിറർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പനോരമിക് സൺ റൂഫ് വരുന്നുണ്ട്. കണ്ടില്ലേ, എനിക്ക് തോന്നുന്നു ഈ സെഗ്മെന്റിലെ ഏറ്റവും വലിയ സൺ റൂഫ് ഇതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ നമ്മളെ പാഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതില് ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ കാര്യങ്ങൾ. പിന്നെ ഈ സ്ക്രീനിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ ഫുൾ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് പറയാം. കാരണം നമുക്കിപ്പോൾ അധികം സമയം ഇതിനകത്ത് ഇല്ല ഈ വണ്ടിക്ക്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പോകുന്നത്. പിന്നെ നമുക്ക് ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. അത് സ്പോർട്ട്, ഇക്കോ, അതുപോലെ തന്നെ നോർമൽ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ EV വണ്ടികളും ഈ ഒരു മോഡുകളൊക്കെ കൊടുക്കുന്നത് എന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ് കണ്ടില്ലേ, മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. 30-40 കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ലെവൽ 2 അഡാസിന്റെ കുറെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഫുൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പറയും നല്ലത്. പിന്നെ നമുക്ക് മെമ്മറി ഫംഗ്ഷൻ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള
1 2 അതൊക്കെ ഈ ഡോർ പാഡിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഒരു ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ സ്വിച്ചുകൾ ഞങ്ങളൊക്കെ നല്ല നിലവാരമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഹാൻഡ് റെസ്റ്റ് ഇവിടെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ആത്മാർത്ഥം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല ഈ ചാവി. വണ്ടി ഇത്രയും നല്ല സൂപ്പർ, പക്ഷേ ഈ ചാവി കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു. സീറ്റ് കണ്ടല്ലേ, പുറകേക്ക് പോയി. അപ്പോ ഇവിടെ ബോസിന്റെ ഒരു സ്പീക്കർ വരുന്നുണ്ട്. ബോസ് ബാഡ്ജിങ് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ഈ ഫിനിഷിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ടല്ലേ, ഈ ഒരു പാറ്റേൺ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോ ഇനിയിപ്പോ പ്രത്യേകിച്ച് ഇതിനകത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഗ്ലോ ബോക്സിന്റെ പറയാൻ വിട്ടുപോയി. ഗ്ലോ ബോക്സ് കോഡിംഗ് ഗ്ലോ ബോക്സ് ആണ്. അപ്പുറത്തെ ഡോറിലേക്ക് വരുമ്പോഴും ബോസിന്റെ സ്പീക്കർ, പിന്നെ നമ്മുടെ ഡോർ തുറക്കാനുള്ള ലോക്ക് സംഭവങ്ങൾ, ഇവിടെ നമുക്ക് ഹാൻഡ് റെസ്റ്റ്, ബോട്ടിൽ ഹോൾഡർ, പേപ്പർ ഹോൾഡർ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമ്മളിനി ബാക്കിലെ ഡോറിലേക്ക് വരുമ്പോൾ ഇവിടെ ബോസിന്റെ സ്പീക്കർ, ഇവിടെ ബോട്ടിൽ ഹോൾഡർ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു കർട്ടൻ ഇവിടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു പ്ലേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഈ സീറ്റ് ഒക്കെ നല്ല നിലവാരത്തിലുള്ള നല്ല അടിപൊളി സീറ്റിംഗ് സെറ്റപ്പ് ആണ്. നമുക്ക് ഇതിൽ റിക്ലൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 2 ഹെഡ് റെസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് ഇതുണ്ട്, കപ്പ് ഹോൾഡറും ആംറെസ്റ്റ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് കവർ പൊളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പുതിയ വണ്ടിയിൽ, അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതിലേക്ക് നമ്മൾ കയറി. അപ്പൊ എന്തായാലും നമുക്ക് ലൈറ്റ് ഒന്നും ഇടാം. ഇരുട്ടായിട്ടുണ്ട്, ലൈറ്റ് ഇട്ടു. ഇവിടെയും ലൈറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ പറയേണ്ട കാര്യം, ഇത് കണ്ടില്ലേ, സീറ്റ് ഇങ്ങനെ നീക്കാം. അതായത് നമുക്ക് മുന്നിലേക്ക് ആളോട് കെഞ്ചന്റെ ആവശ്യമില്ല. ഈ സീറ്റിനെ ഇങ്ങനെ നീക്കാനും മാറ്റാനൊക്കെ ഇത് ഇങ്ങനെ അങ്ങോട്ട് നീങ്ങിപ്പോക്കോളും. ഇവിടെ 2 AC വെന്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ 2 3 4 5 ഫോണൊക്കെ സൂക്ഷിക്കാം. പിന്നെ 2 ചാർജിങ് സോക്കറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ സെന്റർ ടണലിന് സാധാരണ ഇലക്ട്രിക് വണ്ടി ഹൈറ്റ് ഉണ്ടാവില്ല. ഇതിലും അതുപോലെ തന്നെ കാലൊക്കെ സുഖമായിട്ട് വെച്ചിരിക്കാം. 3 4 പേർക്ക് സുഖമായിട്ട് ഇരിക്കാവുന്ന ഒരു സീറ്റിംഗ് സംവിധാനം ഇതിൽ അങ്ങനെ കൊടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇരുട്ടായതിന്റെ പേരിൽ ഈ ലൈറ്റിന്റെ ഒരു നിങ്ങൾക്ക് അറിയാൻ പറ്റി കണ്ടില്ലേ, നല്ല വെളിച്ചുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ കർട്ടനൊക്കെ ഇടാവുന്ന സംവിധാനം കൊടുത്തിരിക്കുന്നു. ബോസിന്റെ സ്പീക്കർ, കപ്പ്, മറ്റേ ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങൾ, പേപ്പർ ഹോൾഡർ കൊടുത്തിരിക്കുന്നു. സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. പിന്നെ ഹെഡ് റെസ്റ്റ് ഒക്കെ നല്ല നിലവാരത്തിലുള്ള ഹെഡ് റെസ്റ്റിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ബോട്ട് ഒന്ന് തുറക്കാം. ഇവിടെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. അപ്പോ നല്ല സ്പേസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 434 ലിറ്റർ ആണെന്നുണ്ട് ബോട്ട് സ്പേസ് കപ്പാസിറ്റി. ചാർജിങ്ങും കാരണം ചാർജർ സംഭവങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ബോസിന്റെ സബ് ഓഫർ ഇവിടെ വരുന്നുണ്ട്. അപ്പോ ഇതൊക്കെയാണ് ബാക്കിലെ കാര്യങ്ങൾ. നമുക്കത് കൈകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ എന്നല്ല. അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പോ ഇതാണ് ഇതിന്റെ എഞ്ചിൻ റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലിവർ കൊടുത്തിരിക്കുന്നു, തുറന്നു വെക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഇതിന്റെ ഇതൊക്കെ കണ്ടില്ലേ, നല്ല ഫിനിഷിംഗിൽ ഇതൊക്കെ കൊടുത്തിരിക്കുന്നു, കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ നോർമൽ ബാറ്ററി ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഫ്രങ്ക് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇതില് നമുക്ക് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം. കൊള്ളാലെ, നല്ല സ്പേസ് ഉണ്ട് എന്റെ ഇതിനകത്ത്. മിക്ക ഇലക്ട്രിക് വണ്ടികളിലും ഈ ഒരു ഫ്രങ്ക് എന്ന സംഭവം ഉണ്ട്. നമുക്കത് ഇവിടെ കൂളന്റ് കാര്യങ്ങള്, പിന്നെ വൈപ്പറിന്റെ വാഷർ, പിന്നെ നമുക്ക് കേബിൾ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഒരു ഹൈ വോൾട്ടേജ് കേബിളൊക്കെ നല്ലോണം ഇൻസുലേഷൻ ഒക്കെ ചെയ്തതിൽ കൊടുത്തിട്ടുണ്ട്. ഈ കേബിളൊക്കെ ഉണ്ടോ, നല്ല ഒരു ഒതുക്കത്തിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇതിന്റെ അടിയിലേക്ക് നോക്കിയേ, നമ്മൾ ആ ഒരു സ്റ്റിയറിംഗിന്റെ ആ ഒരു ഇതൊക്കെ പോകാണ്ടില്ലേ, ഷാഫ്റ്റ് ഒക്കെ പോകാണ്ടില്ലേ, കൊള്ളാലെ, നല്ല നീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ അടിയിലും ഒരു ഷീൽഡൊക്കെ വെച്ചിട്ട് അങ്ങനെ കവർ ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല ഒരു സാധാരണ ഇപ്പോ പുതിയ വണ്ടിയിൽ നല്ല നീറ്റ് ആയിരിക്കും, എന്നാലും കുറച്ചും കൂടെ ഒതുക്കത്തിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻസുലേഷനും കാര്യങ്ങളും ഈ ചേസിന്റെ ഇവിടെ ഒക്കെ കണ്ടില്ലേ, നല്ല ഒരു ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ എന്തായാലും കൊടുത്തിട്ടുണ്ട്. 2 ബാറ്ററി ബാക്കപ്പ് ഉള്ള മോഡലാണ് ഈ ക്രെറ്റ EV വരുന്നത്. ഒന്ന് 473 കിലോമീറ്റർ റേഞ്ച് കമ്പനി അവകാശപ്പെടുന്ന മോഡലും, മറ്റൊന്ന് 390 കിലോമീറ്റർ കമ്പനി അവകാശപ്പെടുന്ന മോഡലും. അപ്പോ ഈ 390 കിലോമീറ്റർ കിട്ടുന്ന ആ വാഹനത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് 19 ലക്ഷത്തി സംതിങ്, അതായത് 20 ലക്ഷം രൂപ താഴെയാണ്. അതായത് ബേസ് മോഡലിന്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. 473 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഫുൾ ഓപ്ഷൻ വാഹനത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് 27 ലക്ഷം രൂപയ്ക്ക് കുറച്ച് പൈസ കുറയുള്ളൂ, ഏകദേശം 27 ലക്ഷം രൂപ. പക്ഷെ അതിലൊരു ഗുണമുണ്ട്, നമുക്ക് വീട്ടിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ പോലെ നമുക്ക് നിർമ്മിക്കാം. അതായത് നമ്മൾ പുറത്ത് EV സ്റ്റേഷനിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു 4 മണിക്കൂർ കൊണ്ടൊക്കെ ഫുൾ ചാർജ് ആവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പ് നമുക്ക് കമ്പനി ആ 27 ലക്ഷം രൂപയുടെ ഫുൾ ഓപ്ഷൻ
വാഹനത്തിന്റെ കൂടെ നമുക്ക് തരുന്നതായിരിക്കും. നമുക്കത് സെപ്പറേറ്റ് വാങ്ങുകയും ചെയ്യാം. അതായത് 19 ലക്ഷം സംതിങ്ങുള്ള ബേസ് മോഡൽ, അതായത് 390 കിലോമീറ്റർ റേഞ്ചുള്ള ആ ബേസ് മോഡൽ വാഹനം എടുത്തിട്ട് ഈ എക്സ്ട്രാ ഈ ചാർജിങ് സെറ്റപ്പ് നമുക്ക് വാങ്ങുകയും ചെയ്യാം. കുഴപ്പമില്ല, ഏകദേശം ഒരു 75,000 ആ റേഞ്ചിൽ അതിന് വിലയുണ്ട്. പക്ഷെ ഫുൾ ഓപ്ഷൻ വാങ്ങുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ എന്താ ഗുണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫുൾ ചാർജ് ആക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഗുണം കൂടിയാണ്. അപ്പൊ നമ്മളിത് കണ്ടത് ഹുണ്ടായി ക്രെറ്റ EV ആണ്. ഇപ്പോ ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാഹനം എന്ന് പറയുന്നത് ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ്. അപ്പോ ഇതൊരു വാക്ക്റൗണ്ട് വീഡിയോ ആണ്. പിന്നെ ഞാനിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു 7 മണി സമയത്താണ്. അപ്പോൾ അതിൻ്റെതായ ഒരു സ്പീഡിലും കൂടിയാണ് ഞാൻ കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു പോയത്. അതായത് നമുക്ക് ഇന്നിപ്പോ ലോഞ്ചിങ് ആയിരുന്നു. അപ്പോൾ കുറച്ച് സമയമാണ് ഈ വാഹനത്തെ നമുക്ക് ഇന്ന് റിവ്യൂ ചെയ്യാൻ കിട്ടിയത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതായത് ഡ്രൈവ് കാര്യങ്ങൾ കുറച്ചും കൂടെ പ്രത്യേകതകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു വാക്ക്റൗണ്ട് വീഡിയോ ആയിട്ട് എല്ലാ കൂട്ടുകാരും കണ്ടാൽ മതി. അപ്പൊ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിഹരിക്കാം. നമുക്ക് മറ്റൊരു വണ്ടി വിശേഷമായിട്ട് അല്ലെങ്കിൽ ഈ വണ്ടിയുടെ തന്നെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.